വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഒരു ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ വീട് പണിയുന്ന സമയത്ത് ഫർണിച്ചറിൻ്റെ ആൻഡ് ഫർണിഷിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും അതിനെപ്പറ്റി ബോധർ ചെയ്യാത്തൊരു കാര്യമാണ്. പലരും നന്നായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വീട്ടിൽ ഫർണിച്ചറിൻ്റെ ഇതൊക്കെ അത് നമുക്ക് അറിയാവുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ലോക്കലി നമുക്ക് ഒരു ഇത് ചെയ്യാം. അത് അറിയാവുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനും കുഴപ്പമില്ല, ലോക്കലി ചെയ്യിപ്പിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ സ്കെയിലിനും പ്രപ്പോർഷനും അനുസരിച്ചുള്ള ഒരു ഫർണിച്ചറും ഫർണിഷിങ്സും അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ കളർ ടോണും ഫാബ്രിക് സെലക്ഷനും അതിൻ്റെ പ്രപ്പോർഷനും കളർ കോമ്പിനേഷനും എല്ലാം അതനുസരിച്ചുള്ളതായിരിക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു സോഫയുടെ കാര്യം ആരോട് ചോദിച്ചാലും അവരെല്ലാവരും അത് ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ ആ ഉണ്ടാക്കി തരുന്നതിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, അതിൻ്റെ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ് ഉള്ളത്, ഇപ്പോൾ ഇതൊക്കെ കാണുന്ന പോലെ ഇത്ര ചെറിയൊരു പ്രൊഫൈലിൽ വേണ്ട സ്ഥലത്ത് ഇത് തന്നെ ഒരു ബൾക്കിയായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സകല ഭംഗിയും പോകും. അതുപോലെ ഈ കെയിനിന് പകരം ഇവിടെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് അവിടെ പോകും. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റ്സിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ചെറിയ ഡയമെൻഷനിലും അതിൻ്റെ ഫിക്സിങ് ഡീറ്റെയിലിൽ പോലും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പോളിഷിംഗ് എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഡാർക്ക് ആയാലും ലൈറ്റ് ആയാലും അല്ലെങ്കിൽ ഗ്ലോസി ആയി പോയാലും ഒക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതനുസരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഒരു ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ.